ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, കേരള സംസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ നാട് ജലസ്രോതസ്സുകളുടെ കാര്യത്തിൽ വളരെ സമ്പന്നമാണല്ലേ. നമുക്ക് കേരളത്തിൽ 44 നദികളുണ്ടെന്നും ഇതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണെന്നും 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നതാണെന്നും ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PSCക്ക് പഠിക്കുമ്പോൾ ഓരോ നദികൾ, അതായത് ആദ്യത്തെ ഒരു 5-6 നദികൾ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഈ നദികളിൽ വരുന്ന ജലവൈദ്യുത പദ്ധതികൾ, ഡാമുകൾ, അതേപോലെ തന്നെ ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ എന്തെങ്കിലും സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അതേപോലെ ഇതിൻ്റെ നീളം, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ PSCക്ക് ചോദിക്കുമ്പോൾ ഇനി ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. ഇതിനകത്തിലെ ചോദ്യങ്ങൾ വേണമെങ്കിൽ ഇപ്പം നദികളും അതിൻ്റെ നീളവും ഒക്കെ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് മാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ചോദിക്കാറുണ്ടല്ലേ. നമ്മളിപ്പോൾ കാണുമ്പോൾ കൂടുതലും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലെ നദികളെക്കുറിച്ച് ഓരോ നദികളുടെ കാര്യവും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് നദികൾ എന്ന് പറയുന്നത്? ശരിക്കും ജലസ്രോതസ്സുകൾ അല്ലെ ജലപ്രവാഹങ്ങൾ ഒരുപാടുണ്ടല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ 44 എണ്ണം എന്ന നദികളെ തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വിജ്ഞാപന പ്രകാരം, അതായത് 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം എന്താണ്, 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നദികൾ എന്ന് പറയുന്നത്. എന്താണ്, 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു നദി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള 44 നദികൾ എന്തുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി കേരളത്തിലെ നദികളുടെ എണ്ണം നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. 44 നദികളാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിലുള്ളത്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 എണ്ണമാണ്. 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. ഇത് നമുക്ക് മാറിപ്പോകാറുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കാതെ 41 എഴുതാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, സൂര്യൻ്റെ ദിശയിലേക്ക് അല്ലെങ്കിൽ കിഴക്കിലേക്ക് ഒഴുകുന്ന എത്ര എണ്ണം? 3 എണ്ണം മാത്രമേ ഒഴുകുന്നുള്ളൂ. ബാക്കി 41 എണ്ണവും ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഒഴുകുന്നത്. അപ്പം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, 41 സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ദിശയിൽ ഒഴുകുന്നത് എത്ര എണ്ണമാണ്? നമുക്ക് ആകെ 3 എണ്ണമേ ഒഴുകുന്നുള്ളൂ. ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളോ? 3 എണ്ണം. ഈ 3 എണ്ണം ഏതൊക്കെയാണ്? നമ്മുടെ കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ, ഈ 3 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 3 എണ്ണമേ ഉള്ളൂ. ഈ 3 എണ്ണമാണ് കബനി, ഭവാനി, പാമ്പാർ. ഇനി തമിഴ്നാട്ടിലെ ആകെ നദികൾ, തമിഴ്നാട്ടിലാകെ എത്ര നദികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 14 നദികളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇത് SCERT ഫാക്റ്റ് ആണ്. തമിഴ്നാട്ടിലാകെ 14 നദികളാണ് ഉള്ളത്. ഇനി കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മുടെ പശ്ചിമഘട്ടം തന്നെയാണ്. അപ്പം കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ കൂടുതലും ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11 നദികളാണ്. അപ്പോൾ 11 നദികൾക്ക് എന്തുണ്ട്? 100 കിലോമീറ്ററിലധികം നീളമുണ്ട്. അപ്പം കേരളത്തിൽ 15 കിലോമീറ്ററിന് പുറത്ത് നീളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ നദികളെന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഇനി ഈ 44 നദികളിൽ തന്നെ 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 11ഓളം നദികൾക്ക് 100 കിലോമീറ്ററിന് പുറത്ത് നീളമുണ്ട്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പ്രീവിയസ് ചോദ്യമാണ്, റിപ്പീറ്റഡ് പ്രീവിയസ് ചോദ്യമാണ്. ഏത്? കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പെരിയ എന്ന് പറഞ്ഞാൽ എന്താ? വലുത്. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത്? നീളം കൂടിയത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി, വടക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ കാസർഗോഡ് ആ ഭാഗത്തോട്ട് പോകുന്നതിന് നമ്മൾ വടക്കെന്ന് പറയുന്നത്, തിരുവനന്തപുരം സൈഡിലോട്ട് വരുന്നതിന് തെക്ക് അല്ലേ. അപ്പൊ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി അപ്പോൾ ഏതാണ്? നെയ്യാറാണ്. നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത്, തിരുവനന്തപുരം ജില്ലയിലെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും
തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി. അപ്പോൾ വടക്കേ അറ്റത്താണെങ്കിൽ മഞ്ചേശ്വരം പുഴയും തെക്കേ അറ്റത്താണെങ്കിൽ നെയ്യാറുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. ഇനി കാസർഗോഡ് ജില്ലയിലൂടെ എത്ര നദികൾ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ഈ കാസർഗോഡിലൂടെ എത്ര നദികൾ ഒഴുകുന്നുണ്ട്? 12 നദികൾ ഒഴുകുന്നുണ്ട്. ഇനി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പമ്പയാണ്. നമ്മളൊരു ഭക്തിഗാനത്തിനകത്തുണ്ട് അല്ലേ, ദക്ഷിണ ഹിമവാൻ ശബരിമല ദക്ഷിണ ഭാഗീരഥി പമ്പ എന്ന് പറഞ്ഞിട്ടൊരു ലൈനുണ്ട്. അപ്പം ദക്ഷിണ ഭാഗീരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നദിയാണ്? പമ്പ നദിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ മഞ്ഞ നദി, പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിലെ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. ഏത് നദിയാണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ഇനി സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, അതാണ് തൂതപ്പുഴ എന്ന് പറയുന്നത്. അതായത് സൈലന്റ് വാലി കൂടെ ഒഴുകി പോകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയിലുള്ള പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ഇനി നദികൾ മലിനമാക്കുന്നവർക്ക് എന്താണ് ശിക്ഷ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയായിരുന്നു. അതായത് നദികൾ മനഃപൂർവ്വം മലിനമാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് 3 വർഷം വരെ തടവ് കൊടുക്കും, അതേപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയും കൊടുക്കും. അപ്പോൾ ഈ ഒരു ശിക്ഷ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷയും പിഴയും ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനമാണ്, കേരളമാണ്. 3 വർഷം വരെ തടവും അതേപോലെ 2 ലക്ഷം രൂപ പിഴയും നദികൾ മനഃപൂർവ്വം മലിനമാക്കുന്ന ആൾക്കാർക്ക് ശിക്ഷയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ഇനി നദികളിൽ തന്നെ വലുത് ചെറുത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ പറഞ്ഞു എന്താണ്? പെരിയാറാണ്. ഈ പെരിയാറിന്റെ നീളമാണ് 244 കിലോമീറ്റർ. പ്രീവിയസ് ചോദ്യമാണ്. പെരിയാറിന്റെ നീളം എന്ന് പറഞ്ഞാൽ 244 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ എന്ന് പറഞ്ഞാൽ ഏത് പുഴയാണ്? അതും മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. അതായത് 15 അതിൽ കൂടുതലുമാണ് നമ്മൾ നദികളെന്ന് കൺസിഡർ ചെയ്യുന്ന ജലസ്രോതസ്സുകളുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചേശ്വരം പുഴ ജസ്റ്റ് ആ ഒരു ലിമിറ്റിൽ വരുന്നതാണ് ഏത്? മഞ്ചേശ്വരം പുഴ. 15 കടന്ന് 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഈ മഞ്ചേശ്വരം പുഴ തന്നെയാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും വടക്കേ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഈ മഞ്ചേശ്വരം പുഴയ്ക്ക് എത്ര കിലോമീറ്റർ നീളമേ ഉള്ളൂ? 16 കിലോമീറ്റർ മാത്രമേ നീളമുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി, നമ്മൾ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളെ പറ്റി പറഞ്ഞു, ഭവാനി, കബനി, പാമ്പാർ. ഈ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ തന്നെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനിയാണ്. കബനിയാണെന്ന് ഓർത്തിരിക്കുക. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയാണ്, ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. ഭവാനി ഈ 2 കാര്യത്തിനകത്ത് വരുന്നേ ഇല്ല. അപ്പോൾ കബനി ഏറ്റവും വലുതും പാമ്പാർ എന്ന് പറയുന്നത് ചെറുതുമാണെന്ന് ഓർക്കുക. എങ്ങനെ? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ വെച്ച് നോക്കുമ്പോൾ ഏതാണ്? നമ്മുടെ കബനി ഏറ്റവും വലുതും പാമ്പാർ ഏറ്റവും ചെറുതുമാണ്. ഇനി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാമപുരം നദിയാണ്. ഈ രാമപുരം നദിക്ക് എത്ര കിലോമീറ്റർ ആണ്? 19 കിലോമീറ്റർ മാത്രമാണ് നീളം. അപ്പം ഏത്? നമ്മുടെ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് രാമപുരം നദിയാണ്. രാമപുരം നദിക്ക് 19 കിലോമീറ്റർ മാത്രമേ എന്തുള്ളൂ? നീളമുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി ദക്ഷിണ കേരളത്തിൽ ഏറ്റവും ചെറിയ നദിയാണ് അയിരൂർ പുഴ. 17 കിലോമീറ്റർ നീളമുള്ള അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ 2ാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ 2ാമത്തെ നദി. അപ്പോൾ അയിരൂർ പുഴയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 17 കിലോമീറ്റർ. ആദ്യത്തെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. അതിന് എത്ര കിലോമീറ്റർ ആണ്? 16 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ അയിരൂർ പുഴയും മഞ്ചേശ്വരം പുഴയും തമ്മിലുള്ളൂ. മഞ്ചേശ്വരം പുഴയ്ക്ക് 16 കിലോമീറ്ററും അയിരൂർ പുഴയ്ക്ക് 17 കിലോമീറ്ററുമാണ് നീളമെന്ന് ഓർത്തിരിക്കുക. ഇനി
നമ്മൾ ഓരോ നദികളായിട്ട് പഠിക്കുകയാണ്. അതിനകത്ത് ഫസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ നദിയായ പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിന്റെ നീളം നമ്മൾ നേരത്തെ പറഞ്ഞു 244 കിലോമീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. പെരിയാറിന്റെ നീളം എത്രയാണെന്നുള്ളത് 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ഇനി ഉത്ഭവം എവിടെയാണ്? ശിവഗിരി മലകളാണ്. ശിവഗിരി മലകൾ, തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. ഇനി പെരിയാറിന്റെ പതന സ്ഥാനമോ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് പെരിയാർ വന്ന് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം ശിവഗിരി മലകളാണ്. ഇത് വന്ന് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലുമാണ്. ഇനി പെരിയാർ ഒഴുകുന്ന ജില്ലകൾ എന്ന് ചോദിച്ചാൽ 2 ജില്ലകളാണ്, ഇടുക്കി ജില്ലയും അതുപോലെ എറണാകുളം ജില്ലയും. ഇടുക്കി ജില്ലയിലും അതുപോലെ എറണാകുളം ജില്ലയിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? നമ്മുടെ പെരിയാർ ഒഴുകുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി പെരിയാറിന് കുറച്ച് പേരുണ്ട്. മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് 2ആയി പെരിയാർ വേർപിരിയുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ആലുവയെ വെച്ചിട്ടാണ്. അപ്പോൾ പെരിയാർ വന്നിട്ട് ആലുവ വന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകും. എന്തൊക്കെയായിട്ടാണ്? 1 മാർത്താണ്ഡപ്പുഴയായിട്ടും 2 മംഗലപ്പുഴയായിട്ടും ഡിവൈഡ് ചെയ്ത് പോകും. എവിടെ വെച്ചിട്ട്? ആലുവ വെച്ചിട്ട് ഈ നമ്മുടെ പെരിയാർ 2ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും. ഇനി പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. അപ്പം നമ്മുടെ കേരളത്തിൽ പ്രളയം വന്ന ആ ഒരു സമയത്ത് PSC അത് കഴിഞ്ഞ് വന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം എന്നാണെന്നുള്ളത്. AD 1341. AD 1341 എന്ത് ചെയ്യുന്നത്? പെരിയാറിൽ അതിഭീകരമായ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തോടു കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ശരിക്കും കൊടുങ്ങല്ലൂര് മുസീരിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം അല്ലെങ്കിൽ മുസീരിസ് തുറമുഖം എന്ന് പറയും. അപ്പോൾ ഈ മുസീരിസ് തുറമുഖം നമുക്ക് ഇല്ലാതായി പോയത് ഏത് വെള്ളപ്പൊക്കത്തോടു കൂടിയാണ്? പെരിയാറിലെ AD 1341 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ്. അപ്പോൾ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പെരിയാറിൽ 1924 അതായത് മലയാള മാസം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 99 വെള്ളപ്പൊക്കം. 99 വെള്ളപ്പൊക്കം മലയാള മാസം വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. 99 വെള്ളപ്പൊക്കം എന്ന് പറയപ്പെടുന്ന വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത്? 1924 ഉണ്ടായെന്ന് ഓർത്തിരിക്കുക. ഇനി പെരിയാറിന്റെ വിശേഷണങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ട നദിയാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പറയുന്ന ഏത് നദിയെ തന്നെയാണ്? പെരിയാറിനെ തന്നെയാണ്. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചതും പെരിയാറിനെയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചതും പെരിയാറിനെയാണ്. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. ആലുവാപ്പുഴ, ആലുവയിലെത്തുമ്പോൾ ആലുവാപ്പുഴ, കാലടിയിലെത്തുമ്പോൾ കാലടിപ്പുഴ. അപ്പൊ ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏത് നദിയാണ്? പെരിയാറാണ്. അപ്പം ഈ പറയുന്ന ചൂർണി എന്ന പരാമർശവും പൂർണ്ണ എന്ന പരാമർശവും ജീവരേഖയും എല്ലാം PSC പ്രീവിയസ് ആയിട്ട് 1-ലധികം തവണ ചോദിച്ച പോയിന്റുകളാണ്. അപ്പൊ കേരളത്തിന്റെ ജീവരേഖയാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെട്ട നദിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശങ്കരാചാര്യൻ എന്ത് വിളിച്ചു? പൂർണ്ണ എന്ന് വിളിച്ച നദി ഏതാണ്? പെരിയാറാണെന്ന് ഓർത്തിരിക്കുക. അത് പ്രീവിയസ് പോയിന്റ് ആണ്, അത് പ്രീവിയസ് ചോദ്യമാണ്. ഇനി ഉള്ള വലിയൊരു പ്രത്യേകതയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും ഏതിൽ തന്നെയാണ്? നമ്മുടെ പെരിയാറിൽ തന്നെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. പോഷക നദികളുള്ള നദി. അപ്പോൾ പോഷക നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പെരിയാർ ഇങ്ങനെ ഒഴുകി വരുവാണെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ജലപ്രവാഹങ്ങൾ എന്ത് ചെയ്യും? ഇതിലേക്ക് വന്നു ചേരും. ഈ വന്നു ചേരുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷക നദികൾ എന്ന് പറയുന്നത്. അതായത് ഓർക്കുക, ഇതിനെ അങ്ങ് പോഷിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
കുറച്ചും കൂടി നമ്മൾ പോഷകാഹാരം എന്നൊക്കെ പറയുന്ന പോലെ പോഷിപ്പിക്കുക. ഈ നദിയെ പോഷിപ്പിക്കുന്നത് ആരാണ്? ഈ വരുന്ന പോഷക നദികളാണ്. അപ്പോൾ പോഷക നദികളും കൈവഴികളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വന്നു ചേരുന്ന ജലപ്രവാഹങ്ങളാണ് പോഷക നദികൾ. എന്നാൽ കൈവഴികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈവഴികൾ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഒരുപാട് പോഷക നദികൾ ഉള്ളത് കൊണ്ടാണ് പെരിയാർ എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെ ഏറ്റവും നീളം കൂടിയ നദിയാകുന്നതെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് കൂടിയാണ് പെരിയാർ എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയായി തീരുന്നതും എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പോഷക നദികൾ കുറവാണെങ്കിൽ അതിലുള്ള വെള്ളത്തിന്റെ അളവും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ആ 3 പോയിന്റുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. അണക്കെട്ടുകൾ അതേപോലെ ജലവൈദ്യുത പദ്ധതി എല്ലാം ഏതിൽ തന്നെയാണ്? പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വിശേഷണമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയും ഏത് തന്നെയാണ്? പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ഡിസിപ്ലിനറി ഉത്ഖനന പ്രദേശമായ പട്ടണം എന്ന പ്രദേശം നിലനിന്നിരുന്നത് പെരിയാറിന്റെ നദീതീരത്താണ്. പെരിയാറിന്റെ നദീതീരത്ത് ഇവിടെ പട്ടണം എന്ന സ്ഥലം, ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന എറണാകുളത്താണ്. ഈ സ്ഥലം ഏത് നദീതീരത്തായിരുന്നു എന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ നദീതീരത്തായിരുന്നു എന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ പോഷക നദികൾ നമ്മൾ പറഞ്ഞു, പെരിയാറിന് ഒരുപാട് പോഷക നദികളുണ്ടെന്ന്. അപ്പോൾ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മുല്ലയാറ്, പിന്നെയുള്ളത് മുതിരമ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, പെരുതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. അപ്പം ഇത് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാൻ പറ്റും. ഇത് ഇടുക്കിയാണ്, നമുക്കറിയാം, ചെറുതോണി അല്ലേ. അതേപോലെ തന്നെ ഇടമലയാറും എന്താണ്? ഇത് രണ്ടും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇടുക്കി ജില്ലയിൽ കൂടിയാണ് പെരിയാർ ഒഴുകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഈ രണ്ടെണ്ണം ഏതിൻ്റെ ആയിരിക്കും? പെരിയാറിന്റെ പോഷക നദികൾ ആയിരിക്കാം. ഇത്രയും തന്നിട്ട് ഇതിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഇതിന്റെ പോഷക നദികൾ ശരിയോ തെറ്റോ കണ്ടെത്താനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് മുല്ലയാറ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് മുതിരമ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, പെരുതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ഇതാണ് പെരിയാറിന്റെ പോഷക നദികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെന്ന് പറയുന്നത്. ഇനി പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതിലെ ആദ്യത്തെ നദിയായ മുല്ലയാറാണ് പെരിയാറിനോട് ആദ്യമായി ചേരുന്ന പോഷക നദി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അപ്പം മുല്ലയാറിന്റെ മുല്ലയും പെരിയാറിന്റെ യാറും കൂടെ ചേർത്തിട്ടാണ് എന്ത്? മുല്ലപ്പെരിയാർ, അല്ലെങ്കിൽ പെരിയാറിന്റെ പെരിയാർ എന്നുള്ള മുല്ലപ്പെരിയാർ എന്ന പേര് വന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാറും മുല്ലയാറും അതേപോലെ പെരിയാറും കൂടെ ചേർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആറുകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ 3 ആറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മുതിരമ്പുഴയാണ്, 2 നല്ലതണ്ണി, പിന്നെ കുണ്ടള. ഈ 3 എണ്ണമാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ എന്ന് പറയുന്നത്. ഇനി മംഗലപ്പുഴ പതിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലാണ് എന്ത് വന്ന് പതിക്കുന്നത്? മംഗലം പുഴ വന്ന് പതിക്കുന്നത്. അപ്പം പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മുല്ലയാറാണ്. ഇത് രണ്ടും സംഗമിക്കുന്ന സ്ഥലത്തുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇനി പെരിയാറിലുള്ള പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇടുക്കി, അതിനോടുകൂടി കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാറ്. ഇത്രയും പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാറ്. ഇത്രയുമാണ് മുല്ലപ്പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതി. ഇനി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തേക്കടി വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്താണ്. തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. അതേപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം, എറണാകുളത്തുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതവും നമ്മുടെ പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന
പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, അല്ലെ ആരാധനാലയങ്ങൾ, അല്ലെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് മലയാറ്റൂർ പള്ളി. ഇതിനകത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്താണെന്ന് ചോദിക്കാം. ഏതാണ്? പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ ആലുവ അദ്വൈതാശ്രമം, പ്രീവിയസ് ചോദ്യമാണ്, ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ആലുവ അദ്വൈതാശ്രമം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇനി പിന്നുള്ളത് പെരിയാർ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ പെരിയാറിന്റെ തീരത്ത് തന്നെയാണ്. കാലടി, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ആലുവ, പ്രസിദ്ധമായ ആലുവ ശിവരാത്രി ഉത്സവം നടക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഇനി ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപവും ഇവിടെ തന്നെയാണ്, പെരിയാറിന്റെ തീരത്ത് തന്നെയാണ്. അപ്പം മലയാറ്റൂർ പള്ളി പെരിയാറിന്റെ തീരത്താണ്. ആലുവ അദ്വൈതാശ്രമം, അതുമായിട്ട് കണക്ട് ചെയ്യുമ്പം ആലുവ ശിവഗിരി മഹോത്സവം എവിടെയാണ്? നമ്മുടെ ശിവരാത്രി മഹോത്സവം എവിടെയാണ്? നമ്മുടെ പെരിയാറിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം പേര് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ്, പെരിയാറാണ്. ഇനി കാലടി, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിന്റെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഭാരതപ്പുഴയെ കുറിച്ചാണ്. അപ്പോൾ ഭാരതപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളമാണ് 209 കിലോമീറ്റർ. 209 കിലോമീറ്റർ. പെരിയാറിൻ്റെ ആണെങ്കിൽ 244 കിലോമീറ്റർ ആയിരുന്നു. ഭാരതപ്പുഴയ്ക്കാണെങ്കിൽ 209 കിലോമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമലയാണ്. ആനമലയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്, ഈ 3 ജില്ലകളിലൂടെയാണ് എന്തൊഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇനി ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നതാണ് പൊന്നാനി. പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭാരതപ്പുഴ എന്ത് ചെയ്യുന്നത്? അറബിക്കടലിനോട് ചെന്ന് ചേരുന്നത്. ഇനി ഭാരതപ്പുഴയുടെ പുനർജീവം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. നിള വിജ്ഞാന കേന്ദ്രം. എന്തുകൊണ്ടാണ് നിള വിജ്ഞാന കേന്ദ്രം എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ നിള എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അപ്പം നിള വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ പുനർജീവം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം. നിള എന്ന് പറഞ്ഞാൽ ഏത് നദിയാണ്? ഭാരതപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ വിശേഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. അതേപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ്. ഈ സ്ഥലമാണ് ഇത് പൊന്നാനി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ്. പാലക്കാട് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ എന്ന് പറയുന്നത്. പ്രീവിയസ് ചോദ്യമാണിത്. ഇനി ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നും പ്രീവിയസ് ചോദ്യമാണ്. ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ത് ചെയ്തത്? ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം ചിറ്റൂരിൽ, പാലക്കാട്ടെ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന ശോകനാശിനി പുഴ എന്നാണ്. ഇങ്ങനെ അതിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ, ഇതിൻ്റെ മുൻകാല പേരുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഭാരതപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. ഇനി മാമാങ്കം നടത്തിയിരുന്ന നദീതീരം. മാമാങ്കം നടത്തിയിരുന്ന നദീതീരം എവിടെയാണ്? ഭാരതപ്പുഴയാണ്. ഇതും പ്രീവിയസ് ചോദ്യമാണ്. മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. ഇനി നിള എന്നറിയപ്പെടുന്ന നദി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നിളയുടെ കലാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരാണ് നിളയുടെ കലാകാരൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് P കുഞ്ഞിരാമൻ നായർ. P കുഞ്ഞിരാമൻ നായർ. അപ്പോൾ കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം MT വാസുദേവൻ നായർ സിനിമയ്ക്കൊക്കെ തിരക്കഥയൊക്കെ എഴുതും അല്ലേ. അപ്പോൾ ഒന്നിലധികം രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരനാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ P കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആൾ കവി മാത്രമാണ്. അപ്പം നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതേപോലെ നിളയുടെ കലാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന പുഴയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്.
അതുപോലെ തന്നെ ശബരിമല ഇടത്താവളമായ മിനി പമ്പ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിമലയുടെ ഇടത്താവളമായ മിനി പമ്പ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചു. ഇതാണ് മിനി പമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലുള്ള കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെയാണ് എന്ത് ചെയ്തത്? ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതാണ് മിനി പമ്പ എന്ന് പറയുന്നത്. ഇത് ഏത് ജില്ലയിലായതുകൊണ്ട്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിനി പമ്പ എന്ന് പറയുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഏത് നദിയിലാണ്? ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. മിനി പമ്പ എന്ന് തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷനിൽ എന്തായിരിക്കും? പമ്പ നദി ഉണ്ടാകും, പാമ്പാറും ഉണ്ടാകും. അപ്പോൾ അത് രണ്ടുമല്ല, ഭാരതപ്പുഴയാണെന്ന് ഓർത്തിരുന്ന് മാർക്ക് ചെയ്യുക. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം, ഭാരതപ്പുഴയുടെ നദീതടം 6184 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഭാരതപ്പുഴയുടെ നദീതടം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 6186 ചതുരശ്ര കിലോമീറ്റർ ആണ് ഉള്ളത്. ഇതിൽ 4400 കിലോമീറ്റർ കേരളത്തിലും ബാക്കി 1786 ചതുരശ്ര കിലോമീറ്റർ എവിടെയാണ്? തമിഴ്നാട്ടിലുമാണ്. അപ്പം മൊത്തത്തിൽ 6186 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇതിനകത്ത് 4400 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലും 1786 എവിടെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി നിളാതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് ചോദിക്കാൻ നല്ലൊരു പോയിന്റാണ്. അപ്പം നിളാതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ തോൽപ്പാവക്കൂത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ഏത്? നമ്മുടെ ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്? മലമ്പുഴ അണക്കെട്ടെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഇനി ഭാരതപ്പുഴയുടെ തീരത്തെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഓർത്തിരിക്കാൻ പ്രയാസമൊന്നുമില്ല. ഇത് അറബിക്കടലിനോട് ചേരുന്നത് ഇവിടെ വെച്ചാണ്, പൊന്നാനി വെച്ചിട്ടാണ്. അപ്പോൾ പൊന്നാനി തുറമുഖത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. ഇനി നാരായണീയം രചിച്ചത് ആരാണ്? മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടം. മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ്. അപ്പം അത് തിരുനാവായയാണ്. ഈ തിരുനാവായ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയിലാണ്. അപ്പം നമ്മൾ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമായ തിരുനാവായ എവിടെയാണ്? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. അതേപോലെ തന്നെ മാമാങ്ക ആഘോഷം നടക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്, തിരുനാവായയിലാണ്. ഈ തിരുനാവായ എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി ഭാരതപ്പുഴയുടെ തീരത്തുള്ള നമ്മുടെ കുഞ്ചനമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഇത്? കിള്ളിക്കുറിശിമംഗലം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെറുതുരുത്തി എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തിയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. തൂതപ്പുഴ ഏതാണ്? നമ്മുടെ സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദിയാണ്, അല്ലെ? സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഈ തൂതപ്പുഴ ഏതിൻ്റെ പോഷക നദിയായിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. അപ്പോൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, അതേപോലെ കൽപ്പാത്തിപ്പുഴ, ഇത്രയും എന്താണ്? ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ഇനി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ. തൃശ്ശൂരിലെ മായന്നൂരിലാണ് ഗായത്രിപ്പുഴ എന്ത് ചെയ്യുന്നത്? ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. ഇനി പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ എന്ന് പറയുന്നത്. കണ്ണാടിപ്പുഴ. ഇനി കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയുടെ പ്രധാന ഉപനദിയാണ് ഏതെന്ന് പറയുന്നത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയുടെയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥലം എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സൈലന്റ് വാലിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തൂതപ്പുഴ. ഇനി അടുത്ത് നമ്മുടെ നീളം കൊണ്ട് മൂന്നാമതായിട്ട് വരുന്ന നദിയാണ് പമ്പാ നദി. അപ്പോൾ പമ്പാ നദി
എത്ര കിലോമീറ്റർ നീളം ഉണ്ടെന്ന് ചോദിച്ചാൽ 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം. 176 കിലോമീറ്ററുള്ള പമ്പാ നദിയാണ് നീളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 3ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയാണ്. പീരുമേട് പീഠഭൂമിയിലുള്ള പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. ഇനി പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. പമ്പയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലയാണ് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ഈ 3 ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. നമ്മൾ കാർഷിക മേഖല പറഞ്ഞപ്പോൾ പറഞ്ഞ പോയിന്റാണ്, പ്രീവിയസ് ചോദ്യം കൂടിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാടെന്ന് പറയുന്നത്. ഇതിൻ്റെ വിശേഷണങ്ങളാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പ്രീവിയസ് ചോദ്യമാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? പമ്പാ നദി എന്ന് പറയുന്നത്. ഇനി തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നതും പമ്പാ നദിയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ജീവനാഡിയും കേരളത്തിൻ്റെ പുണ്യനദിയും ഏതാണ്? പമ്പാ നദിയാണ്. പമ്പാ നദിക്ക് എത്ര കിലോമീറ്റർ നീളം ഉണ്ടെന്ന് ചോദിച്ചാൽ 176 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പമ്പയാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പ്രീവിയസ് ചോദ്യമാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്താണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരമാണ്. അതേപോലെ തന്നെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം, പെരുന്തേനരുവി വാട്ടർഫാൾസ് ഏതിലാണ്? നമ്മുടെ പമ്പാ നദിയിലാണ്. ഓർക്കുക, പാലരുവിയല്ല, പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ് പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പമ്പ ആക്ഷൻ പ്ലാൻ നമുക്കറിയാം, ശബരിമല സീസണൊക്കെ വരുമ്പം നിറയെ മലിനീകരിക്കപ്പെടുന്ന ഒരു നദിയാണ് പമ്പാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന പദ്ധതി. ഇനി വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയത് പമ്പാ നദിയുടെ തീരത്താണ്. അപ്പം വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയത് എവിടെയാണ്? കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്താണ്. ഇനി ശബരി ഡാം അതുപോലെ കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പമ്പാ നദിയിലാണ്. ശബരി ഡാം എന്ന് പറയുമ്പം ശബരിമല അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിടാം. ഏത് നദി? പമ്പാ നദി. കക്കാട് ഡാം എവിടെയാണ്? അതും പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മുടെ അച്ചൻകോവിലാറ്, അതേപോലെ തന്നെ കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഈ അഴുതയാറൊക്കെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അച്ചൻകോവിലാറ്, അതേപോലെ തന്നെ കക്കിയാറ്, കല്ലാറ്, മണിമലയാറ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട നദികളാണ് നമ്മുടെ പമ്പാ നദിയുടെ പോഷക നദികളെന്ന് പറയുന്നത്. ഇനി അച്ചൻകോവിലാറ് പമ്പാ നദിയിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് വീയപുരം. വീയപുരത്ത് വെച്ചിട്ട് അച്ചൻകോവിലാർ എന്ത് ചെയ്യുന്നു? പമ്പാ നദിയിലേക്ക് ചെന്ന് ചേരുന്നു. അത് ഇവിടെ വെച്ചിട്ടാണ്? വീയപുരത്ത് വെച്ചിട്ട്. ഇനി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത്? അച്ചൻകോവിലാർ എന്ന് പറയുന്നത്. അപ്പോൾ പന്തളം എന്ന് പറയുന്ന സ്ഥലവും ശബരിമലയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ശബരിമലയിൽ ഏത് നദീതീരത്താണ്? പമ്പാ നദിയുടെ തീരത്താണ്. അപ്പോൾ നമുക്കത് 3 കൂടെ കണക്ട് ചെയ്യാം. അച്ചൻകോവിലാറും അതേപോലെ തന്നെ അഴുതയാറും ശബരിമലയുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ അതും നമുക്ക് പമ്പയുടെ പോഷക നദിയാണെന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ കക്കിയാറും കല്ലാറും മണിമലയാറുമാണ് പ്രധാനപ്പെട്ട പമ്പയുടെ പോഷക നദികളെന്ന് പറയുന്നത്. ഇനി പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട വള്ളംകളികളുണ്ട്. അതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഫേമസ് ആയിട്ടുള്ള ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഏത് നദിയിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പമ്പാ നദിയിലാണ് നടക്കുന്നത്. അതേപോലെ ചമ്പംകുളം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി, ഉത്രാടം തിരുനാൾ വള്ളംകളി അല്ലെങ്കിൽ നീരേറ്റുപുരം വള്ളംകളി. നീരേറ്റുപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കുളത്താവ് ക്ഷേത്രത്തിനൊക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ
ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, അതേപോലെ ചമ്പംകുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി, അതേപോലെ ഉത്രാടം തിരുനാൾ വള്ളംകളി. ഈ 4 വള്ളംകളികളും പമ്പാ നദിയിലാണ് നടത്തപ്പെടുന്നത്. ഇനി പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ. ഇതിനകത്ത് അമ്പലപ്പുഴയും കുട്ടനാടും ആണ് ഇമ്പോർട്ടൻ്റ്. അമ്പലപ്പുഴയും കുട്ടനാടും ഏത് നദീതീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പാ നദിയുടെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് ചാലിയാർ. നീളം കൊണ്ട് 4ാം സ്ഥാനത്ത് വരുന്ന നദിയാണ് ഏത്? ചാലിയാർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ ആണ് എന്ത്? ചാലിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവമാണ് ഇളമ്പലേരി കുന്ന്. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നുമാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ഇനി കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് നമ്മുടെ ചാലിയാർ ആണെന്ന് ഓർത്തിരിക്കുക. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ നമ്മൾ കേട്ടിട്ടുള്ള ബേപ്പൂർ പുഴ ആണ്. ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് പുഴയാണ്? നമ്മുടെ ചാലിയാർ ആണ്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്ഭവിക്കുന്ന ജില്ലയായ വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ഈ 3 ജില്ലയിലൂടെയാണ് എന്തൊഴുകുന്നത്? നമ്മുടെ ചാലിയാർ ഒഴുകുന്നത്. ഇനി ചാലിയാർ പതിക്കുന്ന കടൽ ഏതായിരിക്കും? അറബിക്കടലായിരിക്കും. ചാലിയാർ പതിക്കുന്ന ഏത് കടലിലാണ്? അറബിക്കടലിലാണ്. ഇനി കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുന്ന നദി, പ്രീവിയസ് ചോദ്യമാണിത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ഏത് നദിയുടെ തീരത്താണ്? ചാലിയാറിൻ്റെ തീരത്താണ് നമ്മുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് അല്ലെ സ്വർണത്തിൻ്റെ എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? നിക്ഷേപം കണ്ടിട്ടുള്ളത്. ഇനി കുഞ്ഞാലിമരയ്ക്കാൻ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ്. കുഞ്ഞാലിമരയ്ക്കാൻ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാറിലാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളിൽ പെടുന്നതാണ് പെരിയാറും അതേപോലെ തന്നെ ചാലിയാറും. പെരിയാറും ചാലിയാറും. ഇനി കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഇനി ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. അപ്പോൾ ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ എന്ന് പറയുന്നത് ചാലിയാറിൻ്റെ പോഷക നദികളാണെന്ന് ഓർത്തിരിക്കുക. ഇനി ചാലിയാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിലമ്പൂര്, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. ഇതിനകത്ത് ബേപ്പൂര്, ഫറൂഖ്, നിലമ്പൂര് ഈ 3 പട്ടണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബേപ്പൂര്, അതേപോലെ നിലമ്പൂര്, ഫറൂഖ് ഈ 3 പട്ടണങ്ങൾ ചാലിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ചാലിയാർ ലഹള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹളയാണ്. ഏത് ലഹള എന്ന് പറയുന്നത്? ചാലിയാർ ലഹള എന്ന് പറയുന്നത്. അപ്പം വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹളയാണ് ചാലിയാർ ലഹള എന്ന് പറയുന്നത്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കെ.എ. റഹ്മാൻ ആണ്. കെ.എ. റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി പ്രീവിയസ് ചോദ്യമാണ് ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി. മാവൂരിലുള്ള ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി ആണ് എന്ത് ചെയ്തത്? ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കൂടുതൽ കാരണമായ ഫാക്ടറി എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ചോദ്യമാണ്. ഇനി അടുത്തതാണ് ചാലക്കുടി പുഴ. തിരിഞ്ഞു പോകരുത് ചാലിയാറും ചാലക്കുടിയും തമ്മിൽ. അപ്പം ചാലക്കുടി പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അതിൻ്റെ നീളം 145.5 കിലോമീറ്റർ ആണ്. 145.5 കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇനി പറമ്പിക്കുളം, കൂരിയാർകുട്ടി, ഷോളയാറ്, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അപ്പോൾ പറമ്പിക്കുളം, കൂരിയാർകുട്ടി, ഷോളയാറ്, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഏത്? ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ഇനി ഈ ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. അല്ലെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. ചാലക്കുടി പുഴ ഒഴുകുന്ന ഈ 3 ജില്ലകളിലൂടെയാണ്. അപ്പോൾ ചാലക്കുടി പുഴ ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലിലും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത് 145 കിലോമീറ്റർ ആണ്.
ഉത്ഭവസ്ഥാനം ആനമലയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ഇനി ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുണ്ടെന്ന് കണ്ടെത്തപ്പെട്ട പുഴയാണ് ഇതെന്ന് പറയുന്നത് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഷോളയാറും അതേപോലെ പെരിങ്ങൽകുത്തും ഈ 2 ജലവൈദ്യുത പദ്ധതിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ഓപ്ഷനിൽ ചാലിയാർ ഉണ്ടാവും, ചാലക്കുടി പുഴയാണെന്ന് ഓർത്തിരിക്കുക. ഇത് ഓൾറെഡി ചോദിച്ചതാണ്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഏത്? ആതിരപ്പള്ളി. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർമുഴി. തുമ്പൂർമുഴി അപ്പം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ചാലക്കുടി പുഴയിലാണ്. ജലസേചനത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഏത് ഡാം? തുമ്പൂർമുഴി ഡാം എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഇനി അടുത്തതാണ് നെയ്യാർ. നമ്മൾ മുമ്പേ പറഞ്ഞു, നെയ്യാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം 56 കിലോമീറ്റർ ആണ്. 56 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയായിരിക്കും? പശ്ചിമഘട്ടം, അഗസ്ത്യമല, അല്ലെങ്കിൽ അഗസ്ത്യമല എന്ന് തന്നാലും പശ്ചിമഘട്ടം എന്ന് തന്നാലും കറക്റ്റാണ്. അപ്പം നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ്. നമ്മൾ നേരത്തെ ആ പോയിന്റ് പറഞ്ഞതാണ്. ഇനി നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറും കരവലിയാറും. കല്ലാറും കരവലിയാറും എന്താണ്? നെയ്യാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നെയ്യാറ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറിൻ്റെ തീരത്താണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുരം നെയ്യാറിൻ്റെ തീരത്താണ്. നമ്മളത് പഠിച്ചതാണ്. നെയ്യാറിൽ ഇറങ്ങിയാണ് അവിടുത്തെ വിഗ്രഹം മുങ്ങിയെടുത്തതെന്ന് പഠിച്ചതാണ്. അപ്പം അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നെയ്യാറിൻ്റെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. ഈ നെയ്യാർ പതിക്കുന്ന കടലാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. നെയ്യാർ ഒഴുകി ചെന്ന് ചേരുന്നത് എവിടെയാണ്? അറബിക്കടലിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് മഞ്ചേശ്വരം പുഴ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ. വെറും 16 കിലോമീറ്റർ മാത്രം നീളമുള്ള മഞ്ചേശ്വരം പുഴ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. ഉത്ഭവസ്ഥാനം ബാലപ്പൂണി കുന്നുകൾ, കാസർഗോഡാണ്. ബാലപ്പൂണി കുന്നുകൾ കാസർഗോഡാണ് നമ്മുടെ മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം പുഴയാണ്. ഇനി തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. അതേപോലെ തന്നെ ഇത് ചെന്ന് പതിക്കുന്ന കായലാണ് ഉപ്പളക്കായൽ. കാസർഗോഡുള്ള ഉപ്പളക്കായലിലാണ് മഞ്ചേശ്വരം പുഴ ചെന്ന് പതിക്കുന്നത്. അപ്പം കേരളത്തിലെ നീളം കുറഞ്ഞ നദിയാണ്, വടക്കേ അറ്റത്തുള്ള നദിയാണ്. നീളം വെറും 16 കിലോമീറ്റർ മാത്രമാണ്. ബാലപ്പൂണി കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്? മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. ഇനി അടുത്ത പുഴയാണ് കൊടങ്ങരപ്പള്ളം പുഴ. അപ്പോൾ ഈ കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയാണ്. പെരുമാൾ മുടിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം. കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. അട്ടപ്പാടിയിലൂടെയാണ് എന്ത് ഒഴുകുന്നത്? കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത്. അപ്പം ചോദിക്കാം, നമുക്ക് ഈ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കാം. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്, അല്ലെ പുഴ ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? കൊടങ്ങരപ്പള്ളം പുഴയാണ് എന്ത് ചെയ്യുന്നത്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത്. ഇനി 4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടങ്ങരപ്പള്ളം പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വറ്റി വരണ്ട് ഇല്ലാതായി പോയ ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മൾ പുനർജീവിപ്പിച്ച നദിയാണ് ഏതെന്ന് പറയുന്നത്? കൊടങ്ങരപ്പള്ളം എന്ന് പറയുന്നത്. ഇനി കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴയാണ് ഭവാനി. ഭവാനിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്നത് ഭവാനിയിലേക്കാണ്. അടുത്താണ് മയ്യഴിപ്പുഴ. അപ്പോൾ ഈ മയ്യഴിപ്പുഴയുടെ ആകെ നീളം 54 കിലോമീറ്റർ ആണ്. മയ്യഴിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാഹിപ്പുഴ. മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്.
ആകെ നീളം 54 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിലാണ്. പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ഒരുപാട് വട്ടം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? മയ്യഴിപ്പുഴയാണ്, അല്ലെങ്കിൽ മാഹിപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. തലശ്ശേരിയെയും മാഹിയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മാഹിപ്പുഴ എന്ന് പറയുന്നത്. മയ്യഴിപ്പുഴ പതിക്കുന്ന കടലാണ് അറബിക്കടൽ. ഇനി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ്. ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണെന്നുള്ളത്? ആരാണ്? എം മുകുന്ദനാണ്. അപ്പോൾ ഇതിനകത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നതും അതേപോലെ തന്നെ മയ്യഴിയുടെ കഥാകാരൻ, ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴയാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ്. അടുത്തതാണ് ചന്ദ്രഗിരിപ്പുഴ. അപ്പം ഈ ചന്ദ്രഗിരിപ്പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ഇത് ചന്ദ്രഗിരിപ്പുഴ എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ. പെരുമ്പുഴ, പയസ്വിനി എന്നിങ്ങനെ അറിയപ്പെടുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ. പയസ്വിനി നേരത്തെ ചോദിച്ചതാണ്. പയസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗിരിപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. ഇത് ഈ പേര് വരാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിനോട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? ചന്ദ്രഗിരിപ്പുഴ. അതായത് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരിപ്പുഴ എന്ന് പറയുന്ന നമ്മുടെ ഈ പുഴ. അപ്പോൾ ഇതിന് പേര് വന്നത് ചന്ദ്രഗുപ്തൻ എന്ന പേരിൽ നിന്നുമാണ് ചന്ദ്രഗിരിപ്പുഴ എന്ന പേര് വന്നത്. ഇനി കോലത്ത് നാടിനും മലയാളക്കരയ്ക്കും അതേപോലെ തുളുനാടിനും കർണാടകത്തിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ എന്ന് പറയുന്നത്. അതായത് മലയാളക്കരയ്ക്കും അതേപോലെ കർണാടകത്തിനും ഇടയിൽ നമ്മളൊരു പരമ്പരാഗത അതിർത്തിയായിട്ട് കണക്കാക്കിയിരുന്ന ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരിപ്പുഴയാണ്. അപ്പോൾ ഈ ചന്ദ്രഗിരിപ്പുഴയ്ക്ക് പേര് വന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ നിന്നുമാണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഇത് ചോദിക്കാൻ നല്ലൊരു പോയിന്റാണ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴ ഏതാണെന്ന് ചോദിക്കാം. അതേതാണ്? നമ്മുടെ ചന്ദ്രഗിരിപ്പുഴയാണ്. പയസ്വിനി എന്നറിയപ്പെടുന്നതും ഏതാണ്? ചന്ദ്രഗിരിപ്പുഴയാണ്. അടുത്തതാണ് കല്ലടയാറ്. കല്ലടയാറിൻ്റെ പോഷക നദികൾ എന്ന് പറഞ്ഞാൽ കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുത്തി. കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുത്തി. ഇത് 3 ഏത്? കല്ലടയാറിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാറാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പുനലൂർ തൂക്കുപാലം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ കല്ലടയാറിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോഴേ പറഞ്ഞു, പെരുന്തേനരുവി പമ്പാ നദിയിലും പാലരുവി കല്ലട നദിയിലുമാണ്. ചോദിക്കുമ്പോൾ തിരിഞ്ഞു പോകരുത്. പാലരുവി കല്ലട നദിയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലിലാണ് എന്ത് ചെന്ന് പതിക്കുന്നത്? കല്ലടയാറ് ചെന്ന് പതിക്കുന്നത്. ഇതിനകത്ത് പാലരുവി വാട്ടർഫാൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതേപോലെ പുനലൂർ തൂക്കുപാലവും. അപ്പോൾ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് അഞ്ചരക്കണ്ടി പുഴ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ണോത്ത് വനമാണ്. തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനമാണ് എന്ത്? അഞ്ചരക്കണ്ടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഈ അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോട്, കപ്പത്തോട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാതെ. ഇനി അഞ്ചരക്കണ്ടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ധർമ്മടം ദ്വീപ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. അപ്പോൾ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരിക്കും? കണ്ണൂർ ആണ്. ഇനി പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ ഏതാണ്? അഞ്ചരക്കണ്ടിപ്പുഴയാണ്. പുനലൂർ തൂക്കുപാലം ആണെങ്കിൽ കല്ലടയിലും പെരളശ്ശേരി തൂക്കുപാലം ആണെങ്കിൽ അഞ്ചരക്കണ്ടിപ്പുഴയിലുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. ഇനി അടുത്തതാണ് മറ്റു പ്രധാന നദികൾ. നമ്മൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, എന്നാൽ ജസ്റ്റ് പേര് ഓരോരോ ചെറിയ ചെറിയ പ്രത്യേകതകളുള്ള നദികൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം പുഴ. ഉത്ഭവിക്കുന്ന കർണാടകത്തിലാണ്,
പക്ഷെ ഒഴുകുന്നത് കേരളത്തിലേക്കാണ്. അത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വളപട്ടണം പുഴയാണ്. ഇനി മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് എന്ന് നമ്മൾ പഠിച്ച കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാനന്തവാടി പുഴ എന്ന് പറയുന്നത്. ഇനി മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാർ ഏതുവഴിക്കൂടാണ് ഒഴുകുന്നത്? മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്. അപ്പം മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. മുരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ഇനി നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നദി. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നദി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്നതാണ് ഇത് പാമ്പാർ എന്ന നദി എന്നും ഓർത്തിരിക്കുക. ഈ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെ ഒഴുകുന്ന നദികളുടെ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. തേക്കിൻകാടാണെങ്കിൽ ചാലിയാറും, എന്നാൽ ചന്ദനക്കാടാണെങ്കിൽ പാമ്പാറും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, കുറുമാലിപ്പുഴയാണ്. കുറുമാലിപ്പുഴയാണ്. അതായത് ഇത് ഉത്ഭവിക്കുന്നത് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ എന്ന നദി. ഇനി കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാലി നദി. ഭവാലി നദി എവിടെ നിന്നാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ഭവാലി നദി. അപ്പൊ ചിമ്മിനി വന്യജീവി സങ്കേതമാണെങ്കിൽ അത് കുറുമാലിയും, കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണെങ്കിൽ അത് ഭവാലി ആണെന്നും ഓർത്തിരിക്കുക. ഇനി ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നതാണെങ്കിൽ ചീങ്കണ്ണിപ്പുഴയാണ്. കൊട്ടിയൂരാണെങ്കിൽ ഭവാലിയാണ്. ചിമ്മിനി ആണെങ്കിൽ എന്താണ്? കുറുമാലിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി വില്യം ലോഗിന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. കോരപ്പുഴ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വില്യം ലോഗിന്റെ മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. നമ്മൾ നേരത്തെ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇത് കോരപ്പുഴ എന്ന നദി. ഇനി OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇത് തൂതപ്പുഴ എന്ന് പറയുന്നത്. നമ്മുടെ സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദിയായ തൂതപ്പുഴയാണ് എന്ത് ചെയ്യുന്നത്? ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി. ഇനി SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരവഴിഞ്ഞിപ്പുഴ. ഇരവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുഴയാണ്. ഇനി അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കരമന നദി. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കരമന നദിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയാണ് തൂതപ്പുഴ. മീൻവല്ലം പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയാണ്. അപ്പോൾ OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തൂതപ്പുഴയാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ്. ഇനി കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലൂടെയാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിലാണെന്നും ഓർത്തിരിക്കുക. ഇനി കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രമാണ്. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന്റെ തീരത്താണ്. കിള്ളിയാറിന്റെ തീരത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചിലാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാർ ആണ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മീനച്ചിലാർ എന്ന് പറയുന്നത്. ഈ ഒരു നദിയെക്കുറിച്ചാണ് എന്ത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ അരുന്ധതി റോയി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നദീതീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? വളപട്ടണം നദിയുടെ തീരത്താണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഏത്? വളപട്ടണം നദി എന്ന് പറയുന്നത്. ഈ വളപട്ടണം നദിയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ഇനി ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു കിള്ളിയാറാണ്. തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴയുടെ തീരത്താണ്. തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴയുടെ തീരത്താണ്. ഇനി വലംചുഴി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അച്ചൻകോവിൽ ആറിന്റെ തീരത്താണ്. അതേപോലെ തന്നെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദിയുടെ തീരത്താണ്. തിരുവല്ലം ബലിയിടലിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ്? കരമന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിമല എവിടെയാണ്? പമ്പ നദിയുടെ തീരത്താണ്. അതേപോലെ തന്നെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴ നമ്മൾ പറഞ്ഞു മാമാങ്കം നടക്കുന്ന തിരുനാവായയിലാണ്. അപ്പോൾ തിരുനാവായ ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴയിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രവും ഇവിടെ തന്നെയാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മലയാറ്റൂർ ആലുവ കാലടി, ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, പെരിയാറിന്റെ തീരത്താണെന്ന്. പട്ടാമ്പി പൊന്നാനി കുറ്റിപ്പുറം തിരുനാവായ ചെറുതുരുത്തി എവിടെയാണ്? ഭാരതപ്പുഴയാണ്. അപ്പം കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതുരുത്തിയിലാണ്. ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. കാസർഗോഡ് ഏത് നദീതീരത്ത്? ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ അരുവിപ്പുറം നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഫറൂഖ്, ബേപ്പൂര്, നിലമ്പൂര്, മാവൂര്, എടവണ്ണ, അരീക്കോട് ഇതെല്ലാം ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പാല, കോട്ടയം, ഏറ്റുമാനൂർ എവിടെയാണ്? മീനച്ചിലാർ. നമ്മൾ പറഞ്ഞു കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ എന്ന് പറഞ്ഞു. ഇനി ഇരട്ടി, ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്, വളപട്ടണം നദി. ഇരിക്കൂർ നമുക്കറിയാം അല്ലേ, നമ്മൾ സിനിമയിലെ കേട്ടിട്ടുള്ള സ്ഥലമാണ് ഇരിക്കൂർ. ഏത് നദിയുടെ തീരത്ത്? വളപട്ടണം നദിയുടെ തീരത്ത്. പിന്നെ പന്തളം, അച്ചൻകോവിലാറ്, പുനലൂര്, കല്ലടയാറ്. ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമുണ്ട്, അതൊന്ന് നോക്കാം. അതായത് കബനി നദിയെക്കുറിച്ച് പറയുമ്പോൾ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി എന്ന് പറയുന്നത്. ഈ കബനി നദിയുടെ നീളമാണ് 56.6 കിലോമീറ്റർ എന്ന് പറയുന്നത്. ആകെ നീളം 240 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ നീളം എന്ന് പറയുന്നത് 56.6 കിലോമീറ്റർ ആണ്. അപ്പം മൊത്തത്തിൽ 240 കിലോമീറ്റർ നീളമുള്ള കബനി നദിയുടെ കേരളത്തിലെ നീളം വെറും 56.6 കിലോമീറ്റർ മാത്രമാണ്. ഇനി പനമരം, മാനന്തവാടി നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. പനമരം, മാനന്തവാടി ഈ രണ്ട് നദികൾ കൂടി ചേർന്നാണ് എന്ത് രൂപപ്പെടുന്നത്? കബനി നദി രൂപപ്പെടുന്നത്. ഇത് ഉത്ഭവിക്കുന്ന സ്ഥലമാണ് തൊണ്ടാർമുടി, വയനാട്. തൊണ്ടാർമുടി വയനാട്ടിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. കബനി നദിയുടെ പതനസ്ഥാനം കാവേരിയാണ്. കർണാടകയിലെ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നതാണ് ഏത്? കബനി നദി എന്ന് പറയുന്നത്. ഇനി കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നതാണ് തിരുമക്കുടൽ എന്ന സ്ഥലം. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ കബനി നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഓർക്കുക? കാവേരി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തൊണ്ടാർമുടി, വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ കാവേരിയിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് കബനി എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഏത്? കബനി നദി എന്ന് പറയുന്നത്. കേരളത്തിൽ ഉത്ഭവിച്ച് എവിടേക്ക് ഒഴുകുന്നു? നമ്മുടെ കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, പ്രീവിയസ് പോയിന്റ് ആണ്. കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കബനി നദിയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, റിപ്പീറ്റഡ് പ്രീവിയസ് ചോദ്യമാണ്. ബാണാസുരസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ബാണാസുരസാഗർ ഡാം കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഫേമസ് ആയിട്ടുള്ള ദ്വീപാണ് കുറുവ ദ്വീപ്. കുറുവ ദ്വീപും കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബാണാസുരസാഗർ ഡാമും കുറുവ ദ്വീപും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. അതേപോലെ തന്നെ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗർകോൾ ദേശീയ ഉദ്യാനമാണ്. അത് കർണാടകയിലാണ് ആ ദേശീയ ഉദ്യാനം ഉള്ളത്. ആ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കബനി നദിയുടെ തീരത്ത് ആണ്. ഇനി അടുത്ത കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ഭവാനി. അപ്പോൾ ഈ ഭവാനിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണെങ്കിലും ഇതിൻ്റെ കേരളത്തിലെ നീളം എന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ്. അപ്പം മൊത്തത്തിൽ 217 കിലോമീറ്റർ ഉള്ള ഈ നദി കേരളത്തിലൂടെ ഒഴുകുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ്. ഇതിൻ്റെ ഉത്ഭവം നീലഗിരിയാണ്. നീലഗിരിയിൽ നിന്നുമാണ് ഭവാനി ഉത്ഭവിക്കുന്നത്. പതനസ്ഥാനം ഏതുപോലെ തന്നെ കബനി പോലെ തന്നെ കാവേരിയിലാണ്. കാവേരിയിലാണ്. എവിടെ? തമിഴ്നാട്ടിലാണ്. അപ്പോൾ കാവേരി തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭവാനി കാവേരി നദിയിൽ എന്ത് ചെയ്യുന്നത്?
പതിക്കുന്നത്. ഇനി ഭവാനി ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്. ഇനി ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി. ശിരുവാണിയാണ് ഭവാനിയുടെ പ്രധാന പോഷക നദി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ശിരുവാണി എന്ന് പറയുന്നത് ഭവാനിയുടെ പോഷക നദിയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് അണക്കെട്ടാണ്? ശിരുവാണി അണക്കെട്ടാണ്. അപ്പം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള കേരളത്തിലെ അണക്കെട്ടാണ് ഇതെന്ന് പറയുന്നത് ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത്. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി, പ്രീവിയസ് ചോദ്യമാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിരുവാണിയാണെന്ന് ഓർത്തിരിക്കുക. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാർ എന്ന് പറയുന്നത്. വരയാർ എന്ന് പറയുന്നത് ഭവാനിയുടെ പോഷക നദിയാണ്. മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? ഭവാനി. മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഭവാനിയിലാണെന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ആണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത് നദിയാണ്? ശിരുവാണിയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിപ്പുഴയിലാണെന്നും ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് പാമ്പാർ. പാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നീളം എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്ന സ്ഥലം ബെന്മൂർ, ദേവികുളം താലൂക്ക്. ദേവികുളം താലൂക്ക് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാറിന്റെ പതനസ്ഥാനമാണ് കാവേരി. കാവേരി തന്നെയാണ് പാമ്പാറും ചെന്ന് പതിക്കുന്നത്. ഇനി പാമ്പാറിന്റെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? ഇരവികുളം നദി, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. ഇത്രയും ഏതിന്റെ പോഷക നദിയാണ്? പാമ്പാറിന്റെ പോഷക നദിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം 31 കിലോമീറ്റർ നീളമുള്ള പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നത് 25 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂറിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് പതിക്കുന്നതോ കാവേരി തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാർ ആണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. അപ്പോൾ പാമ്പാറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകളിലും ചോദിക്കാനാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. അതേപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടവും ഏത് നദിയിലാണ്? പാമ്പാറിലാണ്. അപ്പോൾ തൂവാനം വെള്ളച്ചാട്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി എന്ന നദി. അപ്പം പാമ്പാറും അതേപോലെ തേനാറും കൂടെ ചേർന്നിട്ട് ഇവിടെ വെച്ചിട്ട് തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് അമരാവതി എന്ന് പറയുന്നത്. ഈ അമരാവതി കാവേരി നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കേരളത്തിലെ നദികളെക്കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കാനുള്ള പോയിന്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നെയാണ് പോയത്. അപ്പം പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതേപോലെ ഓരോ നദികളിലും സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളും ഡാമുകളും ഒക്കെ നോക്കുക. അതേപോലെ തൂക്കുപാലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദികളെക്കുറിച്ചും പറഞ്ഞു പോയിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്